ഞാൻ ഇന്നലെയും കൂടിയും എൻ്റെ മോനോട് പറഞ്ഞുള്ളൂ, നീ ഭാഗ്യമുള്ളവനാണ്. കേട്ടാ ചില നമ്പറുകൾ എടുത്ത് മാറ്റി വെക്കാനുള്ള നമ്പർ ഞാനാ അവനെ പഠിപ്പിച്ചേ. ആരാത്? അവറാച്ചനാ? കേറി വാടാ അവറാച്ച. ഞങ്ങള് കോടീശ്വരന്മാർക്ക് അങ്ങനെ വലിപ്പച്ചെറുപ്പൊന്നുമില്ല. അവറാച്ചന്നാ ഇന്നലെ വരെ അവറാച്ചൻ മുതലാളി എന്ന് വിളിച്ചിരുന്ന നീ ഒരു ലോട്ടറി അടിച്ചപ്പോ എന്റെ പേര് വിളിക്കാൻ വളർന്നോടാ. ദേവസി. ദേവസി മുതലാളി, നീ നിന്റെ കട കൊടുക്കലുണ്ടാ അവറാച്ച? താൻ അത്രക്ക് വലുതായോ? ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഈ കമ്പ്യത്തിന് മോർന്നായിരുന്നു. മാറി നിന്നേക്കാം. അല്ല പിന്നെ ന്യൂ ജനറേഷൻ മുതലാളി അറിഞ്ഞില്ലേ, മുനിസിപ്പാലിറ്റിക്കാരത് പൊളിക്കാൻ തീരുമാനിച്ച് ഡേറ്റ് വരെ ഫിക്സ് ചെയ്ത്. മുനിസിപ്പാലിറ്റി വരെ വിലക്ക് മേടിക്കും ഈ ദേവസി. 80 ലക്ഷാണ് അടിച്ചിരിക്കണേ. താനോ ലക്ഷം? ഇനി മുനിസിപ്പാലിറ്റിക്കാരെ കണ്ടിട്ടു. എന്താണ് അവറാച്ച? ചെല്ലി അവിടെ മുനിസിപ്പാലിറ്റി വാങ്ങിക്കാൻ നിക്ക. ഇനി ബാങ്ക് കൂടി കൊടുക്ക്. അതെന്തെങ്കിലും സാറ് നമസ്കാരം. സെക്രട്ടറി പ്രസിഡന്റ് എല്ലാവരും ഉണ്ടല്ലോ. ഞങ്ങള് ദേവസ്വേട്ടനെ നേരത്തെ തന്നെ കാണാൻ വരാതിരിക്കായിരുന്നു. എന്തായാലും ഞങ്ങള് നോട്ടീസ് ഇറക്കാനിരിക്കണായിരുന്നു. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. അല്ല, ഈ ബാങ്കില് ആധാരം വെച്ച് ലോൺ എടുത്ത 4 ലക്ഷം രൂപ പലിശ ഉൾപ്പെടെ 6,40,000 രൂപ ആയേ. ഇനിയിപ്പോ ഒറ്റയടിക്ക് സെറ്റിൽ ചെയ്യുമല്ലോ അല്ലേ? പലിശയില് കുറച്ച് ഇളവൊക്കെ ചെയ്തേക്കാം ഞങ്ങള്. അതൊന്നും വേണ്ട, 1 രൂപ പോലും കുറയ്ക്കണ്ട. എത്രയാണെന്ന് വെച്ചാ പറഞ്ഞാ മതി. പലിശയോ കൂട്ടുപലിശയോ നോട്ടീസ് അയക്കാൻ വെച്ച വകയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി അവിടെ കൂട്ടിക്കോ. ആയിക്കോട്ടെ. ഒന്ന് പിടിച്ചേ. എനിക്ക് പൂ അലർജി. ഇരിക്കുമ്പോ നിന്റെ മേലെ എങ്ങനെ റീത്ത് വയ്ക്ക? പറ്റില്ലടാ. ആർക്കെല്ലാം നല്ല വരുമ്പേ സന്തോഷ ശീലമില്ലടാ. അവനെ പത്രക്കാരെ പേടിച്ചകത്തിരിപ്പുണ്ട്. ഞാൻ പത്രക്കാരെ പ്രതീക്ഷിച്ച് പുറത്തിരിക്കാം. ലോട്ടറി അടിച്ച ബോധം പോവും. ബോധം പോയില്ലേ? നീ അല്ലേലും ചങ്കർപ്പുള്ളവനാടാ. നമുക്ക് ശ്രീലങ്കയിൽ പോയി തമിഴ് പുലികളുടെ കൂടെ പുലി കളിക്കണം. ചൈന വൻമതലിന്റെ പുറത്തിരുന്ന് നമുക്ക് സമൂസ തിന്നണം. ഈജിപ്ത് പിരമിഡിന്റെ മുകളിൽ നിന്ന് നമുക്ക് ഊർന്നിറങ്ങണം. പിന്നെ ബാലി, മണാലി, കുളു കേൾക്കുമ്പോ തന്നെ കുളിര് കോരണാളിയാ. നീ ഇതെന്തറിഞ്ഞിട്ടാണ് ഈ പറഞ്ഞത്? എന്തുപറ്റി? നിനക്ക് ശരിക്കും കുളിര് കോരണ ഒരു കാര്യം ഞാൻ പറയട്ടെ. പ്രൈസ് അടിച്ച ടിക്കറ്റ് ഇല്ലേ, അതാ നേപ്പാളി കൊണ്ടുപോയി പുതിയലായി പോയി.